Today we are going to solve the question 2057 smallest index with equal value. So the question is simple. നമുക്ക് ഒരു നംസ് എന്നുള്ള അറേ തരും. അതിൽ നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടത് സ്മോളസ്റ്റ് ഇൻഡെക്സിനെ റിട്ടേൺ ചെയ്യേണ്ടത്. അതെന്താണ് കണ്ടീഷൻ വരുന്നതെന്ന് വെച്ചാൽ ആ ഇൻഡെക്സ് മോഡ് 10 ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻഡെക്സിലുള്ള എലമെന്റ് എന്തായിരിക്കണം, ഈ മോഡ് ചെയ്ത വാല്യൂവും പിന്നെ അതുപോലെ ആ ഇൻഡെക്സിലുള്ള എലമെന്റും സെയിം ആയിരിക്കണം. അങ്ങനെ കിട്ടുന്ന ഇതിൽ നിന്ന് ഏറ്റവും സ്മോളസ്റ്റ് ഇൻഡെക്സിനെയാണ് റിട്ടേൺ ചെയ്യേണ്ടത്. അല്ലെന്നുണ്ടെങ്കിൽ -1 എന്ന് റിട്ടേൺ ചെയ്യണം. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് എക്സ് മോഡ് വൈ ഡിനോട്ട്സ് റിമൈൻ. അത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, അതായിരിക്കും എളുപ്പം. ഇപ്പോൾ 0, 1, 2 എന്നുള്ള നംസ് എന്ന് അറിയാൻ തന്നിട്ടുണ്ട്. അതിൽ റിട്ടേൺ ചെയ്ത് 0 ആണ്. എങ്ങനെയാണ് 0 കിട്ടുന്നത്? ഫസ്റ്റ് ഇൻഡെക്സ് എടുത്തു, 0 ഇൻഡെക്സ്. ഓക്കെ, ഈ 0 എന്നതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 0. ഓക്കെ, അപ്പോൾ ഈ കിട്ടിയ ആൻസർ ഈ മോഡും അതേപോലെ നമ്മുടെ ഈ ഇൻഡെക്സിലുള്ള ഈ ഇൻഡെക്സിലുള്ള വാല്യൂവും സെയിം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ടീഷനാണ്. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. അപ്പോൾ ഇങ്ങനെ ആവുന്ന ഇൻഡെക്സുകളിൽ നിന്ന് ഏറ്റവും ഇതിലുള്ളതൊക്കെ കണ്ടീഷൻ പോകുന്നുണ്ട്. അതായത് ഇപ്പോൾ 1 എടുത്തു കഴിഞ്ഞാൽ 1 മോഡ് 10 ചെയ്ത് കഴിഞ്ഞാൽ 1 ആണ് കിട്ടുന്നത്. ഓക്കെ, അതുപോലെ 2 മോഡ് 10 ചെയ്ത് കഴിഞ്ഞാൽ 2 ആണ് കിട്ടുന്നത്. ഈ 2 തന്നെയാണ് എലമെന്റുമായിട്ടും വരുന്നത്. അപ്പോൾ ഇതിൽ നിന്നും സ്മോളസ്റ്റ് ഇൻഡെക്സിനെയാണ് റിട്ടേൺ ചെയ്യേണ്ടത്, അതായത് 0. അങ്ങനെ 0 കിട്ടിയത്. ഇനി എങ്ങനെയാണ് 0 മോഡ് 10 ഈക്വൽ ടു 0 കിട്ടിയത്? അതൊരു മാത്തമാറ്റിക് റൂളാണ്. അതായത് എന്താണ് മോഡ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരു ഡിജിറ്റിനെ മറ്റൊരു ഡിജിറ്റുമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന റിമൈൻഡറാണ് ഇവിടെ മോഡുലെസ് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ റൂൾ എന്താണെന്ന് വെച്ചാൽ, ഇഫ് ദ ഫസ്റ്റ് വാല്യൂ ഈസ് സ്മാളർ ദാൻ ദ സെക്കൻഡ് വാല്യൂ then always the result is the first value in മോഡുലസ് ഓപ്പറേഷൻ. അതായത് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകുന്ന സംഖ്യ 0നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 0 തന്നെ ആയിരിക്കും അവിടുത്തെ റിമൈൻഡർ. ഓക്കെ, അതാണ് ഇവിടെ തന്നിട്ടുള്ള റൂൾ. ആ ഒരു ഉദാഹരണം പറയുന്നുണ്ടെങ്കിൽ, ഒരു ആപ്പിൾ ഉണ്ട്, 10 പേർക്ക് എന്ത് ചെയ്യണം, കൊടുക്കണം. അപ്പോൾ ഒരു ആപ്പിൾ 10 പേർക്ക് നമ്മൾ മുറിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആർക്കും തന്നെ ഒരു ഫുൾ ആപ്പിൾ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അവിടെ റിമൈൻഡർ ആയിട്ട് എന്തായിരിക്കും, ആ ഒരു ആപ്പിൾ നമുക്ക് എന്ത് ചെയ്യാം, ആ റിമൈൻഡർ ആയി കണക്കാക്കാം. അങ്ങനെയാണ് അവിടെ അപ്പോൾ 1 എന്ന് കിട്ടുന്നത് ഇത് നോക്കുമ്പോൾ. ഓക്കെ, അതായത് ഒരു ഡിജിറ്റ് ഫുള്ളായി തന്നെ മറ്റേ സെക്കൻഡ് ഡിജിറ്റിൽ നമുക്ക് എന്ത് ചെയ്യാനില്ല, ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ പിന്നെ ആ സ്മോളസ്റ്റ് ഡിവൈഡ് തന്നെ ആയിരിക്കും റിമൈൻഡറായി വരിക. അതാണ് ഇവിടെ റൂള്. ഓക്കെ, അത് അത്ര വലിയ ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല, സിമ്പിൾ റൂളാണ്. ഈ റൂള് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ലോജിക്ക് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് കോഡ് ചെയ്താൽ നേരെ എന്ത് ചെയ്യണ്ടേ, നേരെ ആരെയൊക്കെ റൈറ്റ് ചെയ്തിട്ട് സിമ്പിളാണ്. ആ ലോജിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, റൂൾ ചെയ്താൽ ലെങ്ത് i++. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, മോഡ് കാണുന്നു. ഈ മോഡ് കണ്ടിട്ട് ഈ മോഡും അതുപോലെ ഈ ഇൻഡെക്സിൻ്റെ എലമെൻറ്റും സെയിം ആണെന്നുണ്ടെങ്കിൽ ആ ഇൻഡെക്സിന് റിട്ടേൺ ചെയ്യും. കാരണം ഫസ്റ്റ് ഇൻഡെക്സ് ആയിരിക്കും ഏറ്റവും സ്മോളസ്റ്റ് ആയിരിക്കും. നമുക്ക് എല്ലാ ഇൻഡെക്സും കാണണമെന്നില്ല. അത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഇത് ചെയ്യാം. ഞാൻ നമ്മുടെ മോഡ് കാണാൻ എന്താണ് മോഡുലസ് ഓഫ് 10 കൊടുത്താൽ മതി. ഓക്കെ, മോഡുലസ് ഓഫ് 10. ഓക്കെ, then if modulus is equal to nums of 5 എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റിട്ടേൺ ആയി. ഓക്കെ, ആ ഇൻഡെക്സ് റിട്ടേൺ ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റിട്ടേൺ -1. ഓക്കെ, ഓക്കെ, ഇത്രയുള്ളത് സിമ്പിൾ ലോജിക്കാണ്. ഈ ഒരു റൂള് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.